ഇതെൻ്റെ ഇളയപ്പൻ്റെ ലോഡ്ജാണ്. ഈ ലോഡ്ജിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, പോലീസ് ഒരു പ്രാവശ്യം പോലും റെയ്ഡിന് വരാത്ത സിറ്റിയിലെ ഏക ലോഡ്ജാണിത്. അതിന് ഒരു കാരണവുമുണ്ട്. കർത്താവേ, ഇന്ന് ആരെങ്കിലും 10 പേര് തരണേ, അല്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോവും. ഞാൻ വേറെ നീ എന്തോടെ രാവിലെ തന്നെ പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയെങ്കിലും പോകണ്ടോ? എന്നെ കൂടെ പറയിപ്പിക്കരുത്. നിങ്ങളോട് എത്ര തവണ പറഞ്ഞ ഓടന്ന് മാറ്റാൻ? ഇന്നലെ പെയ്ത മഴ മൊത്തം എന്റെ മേത്താ. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോടാ സുമേഷേ. സുമേഷ് അല്ല, സുസ്മേഷ്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, ഓടല്ലേ. നീ നോക്കിയോ, ഇന്ന് നല്ലൊരു കോൾ ഇവിടെ തടയാതിരിക്കില്ല. അപ്പൊ നമുക്ക് ഓടും മാറ്റാം, വൈഫൈ ശരിയാക്കാം. ശരിയാക്കിയാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേ പെട്ടിയും കിടക്കെടുത്ത് ഞാനങ്ങ് പോവും. ഓ, കൃത്യമായി വാടക തരുന്നതിന്റെയൊക്കെ അഹങ്കാരവേ തെണ്ടിയൊക്കെ. ചേട്ടാ എന്തോ എന്താ ചേട്ടാ, റൂമുണ്ടോ? ഉണ്ടല്ലോ. കൂടെ ആരാ? കൂടുള്ള ആരായാലും എന്താ, തനിക്ക് ആശ കിട്ടിയാ പോരെ? കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കാം. അറിയിച്ചിട്ടുണ്ട്. ആരെ? ഈ കണ്ടതാണ് നല്ലവനായ സർവോപരി നാറിയായ എൻ്റെ ഇളയപ്പൻ പറഞ്ഞത്. ഈ ദരിദ്രവാസിയെ ഏണിവെച്ചു ചുറ്റുന്ന ചില പരമനാറികളുണ്ട് ഇവിടെ. ആ പറഞ്ഞ വ്യക്തികൾ ഞങ്ങളാണ് സർ. ഞാൻ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ഷിബു. ഇത് പ്രൊഫഷണൽ അല്ലാത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ബാലു. സംഭവം കൊള്ളാം, പക്ഷെ കല്യാണ വീഡിയോ തകർക്കണം. പിന്നെ ബാഹുബലിയെ തകർക്കണം. അല്ല, അതാരാ? മുതലാളി ആയിരിക്കും അല്ലേ? ഇവനാ, ഇവൻ വെറും ലൈറ്റ് ബോയ്. പന്തി, എല്ലായിടത്തും ഇതാണല്ലോ നിന്റെ പണി. വൈകുന്നേരം കാശിന് വാട്ടാ. അതെ, ആ കുട്ടീനെ ഒരു സഹോദരിയായിട്ട് കണ്ടാ മതി കേട്ടാ. അങ്ങനെ നീ കണ്ടാ മതി. കാണിച്ചോ അണ്ണാ. എന്തെങ്കിലും കഴിക്കാം. അതല്ല അണ്ണ, എന്താ ആ കുട്ടിയില്ലേ, അവളെന്റെ ലൈനാ. എങ്ങനെ? തെണ്ടി നടക്കുന്നുണ്ട്. എവിടെ ചെന്നാലും ഇതാണല്ലോ ഈശ്വരാവസ്ഥ. അന്ന് മുതൽ ഊണും ഉറക്കവും ഒന്നുമില്ലാതെ അവളുടെ പുറകെ. അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അണ്ണൻ അവളെ ഒരു പെങ്ങളായിട്ട് കാണണം പ്ലീസ്. അത് തന്നെ ഞാൻ നിന്നോടും പറഞ്ഞു, നീ അവളെ സഹോദരിയായിട്ട് കാണാൻ. എന്നുവെച്ചാ ഇതിന് ഷുഗർ ഉണ്ടോ? പിന്നെ ഷുഗർ 400 ആണോ?
അത്രല്ലേ ഉള്ളൂ. അല്ലാതെ അവൾ അണ്ണനോട് ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയല്ലടാ. അണ്ണൻ നോക്കിക്കോ, ഞാൻ അവളെ വളച്ചെന്റെ പോക്കറ്റിലിടും. ആ പോക്കറ്റ് എന്റെ ആയിരിക്കും. അയ്യേ, ഇയാൾ എന്താണ് ഒരു മാതിരി? കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ല. അതെ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനിട്ടാ. 3-4 മാസമായിട്ട് വാടക കൊടുത്തിട്ട് ഇനിയും കൊടുത്തില്ലെങ്കിൽ അയാൾ ചവിട്ടി പുറത്താകും. കാര്യൻ്റെ ഇളപ്പനൊക്കെയാണ്. ലോകമുടയാള്. ആദ്യം അതിനൊരു വഴി ഉണ്ടാക്ക്, എന്നിട്ട് മതി കല്യാണമോ ഫസ്റ്റ് നൈറ്റൊക്കെ. എടാ അടിമേ, നീ എന്താടാ ഒരുമാതിരി വെറുത്ത പോലെ പറഞ്ഞേ? നിനക്ക് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ. എന്തെങ്കിലും വഴി വരട്ടെ, അപ്പൊ ശരിയാക്കാം. നമുക്ക് നീയല്ലേ ഉള്ളു മുത്തേ. നിന്റെ ഇളയപ്പനല്ലേ, എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചിരുത്തടാ. ഇളയപ്പനെ പിടിച്ചിട്ട് എനിക്ക് പറ്റൂല, പക്ഷെ ഒരു വഴിയുണ്ട്. മുകേഷ്, ഒരു വഴിയില്ല ചേട്ടാ, മുട്ടാനാണ് ഒരു വാതിലും ഇല്ല. നിനക്കിഞ്ഞൊരു മുട്ടുണ്ടാവൂല, പക്ഷേ നീ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യണം? എടാ, എന്റെ ലോഡ്ജിൽ താമസിക്കുന്നത് സിനിമക്കാരാ. അത് ഇന്ന് വരെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. അവരോട് വേഷന്മാർ താമസിക്കുന്നവരാ. അവരുടെ മെയിൻ ലൊക്കേഷനും എൻ്റെ ലോഡ്ജ് തന്നെയാണ്. നീ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് നിന്നോടൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും, ഒരു മതിപ്പുണ്ടാവും. അവരുടെ കൂടെ അങ്ങോട്ട് ഒട്ടി നിൽക്ക, മനസ്സിലായ? പിന്നെ നിന്റെ സമയം തെളിഞ്ഞു മുകേഷ്. നീ ആരാ പിന്നെ? ആരാ? ആരാ? മലയാള സിനിമയുടെ പുതിയ മുകേഷാണ്. മുകേഷ്. എടാ, നീ എന്താ ആലോചിക്കണേ? അത് ഞാൻ ഭാവിയിലൊരു മുകേഷ് ആകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. നല്ല രസല്ലേ? ഒരു മമ്മൂട്ടിയ മോഹൻലാലായിരുന്നെങ്കിൽ. നീ പോയവിടുന്ന്, അതൊന്നും വേണ്ട. മുകേഷ് നല്ലത്. എന്നാലേ ഭാവിയിൽ ഒരു MLA ആകാൻ പറ്റുള്ളൂ. നല്ല അന്തസ്സുള്ള MLA. അതൊക്കെ അവിടെ നിൽക്കട്ടെ, മാറ്ററിലേക്ക് കിടക്കാം. ഇദ്ദേഹമാണ് വേൾഡ് ഫേമസ് ക്യാമറമാൻ OP ഷിബു. ഇത് കുപ്രസിദ്ധ ഡയറക്ടർ ബാലു പോളയത്തോട്. ഡയറക്ടർ അദ്ദേഹമാണ് വേദനിക്കാത്ത കോടീശ്വരൻ അയത്തിൽ അമ്പിളി. അതെന്താ ചേട്ടാ വേദനയില്ലാത്ത? അല്ല, അത് പിന്നെ എനിക്ക് പിന്നെ ഇട്ടുവിടാനുള്ള സ്വത്തുണ്ടല്ലോ, പോരാത്തിന് 3 ബൂട്ടിച്ചട്ടിയുണ്ട്. അതെ, ഓട്ടച്ചട്ടി. അല്ല അങ്ങനെയല്ല, സാറിന്റെ ബോട്ട് ചട്ടിയെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടെന്ന് പറഞ്ഞാണ്. അല്ല, നമുക്ക് ഇവന് പറ്റിയൊരു വേഷം കൊടുക്കണ്ടേ? ക്യാമറമാനോ യെസ്. അവന്റെ ലുക്ക് ഒന്ന് നോക്കൂ. നോക്കൂ. ക്യാമറമാൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അടിപൊളി, സൂപ്പറല്ലേ? അണ്ണാ, ഇത് എനിക്കുള്ളതാ. ഞാൻ ആണാണെങ്കിൽ ഇതിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും. ചേട്ടാ ഞാൻ അത്രക്കാരനല്ലട്ടാ. ഇവനെ ഏതാ? എങ്ങോട്ടാണ് രാവിലെ തന്നെ? ഇന്നലെ സ്വപ്നത്തിൽ അമ്മ വന്നായിരുന്നു. ആരുടെ? ആരമ്മേലടാ, അമ്മ മഹാമായ. ഈടായിട്ട് ഒട്ടും അമ്പലത്തിൽ പോക്കില്ല. അമ്മ ആകെ കോപിച്ചിരിക്കുക. ഇന്ന് ഏതായാലും അമ്പലത്തിൽ പോണം. സത്യം പറ, നിങ്ങളുടെ അമ്മ മഹമായ അവളല്ലേ? അതാടാ. എന്തേ? ഞാൻ ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അവൾ എന്റെയാന്ന്. രാവിലെ 100 പ്രാവശ്യം. അയ്യടാ, ഒന്ന് പോടാന്ന്. എന്റെയാണ് പോലും. അണ്ണൻ അറിയോ, ഞാൻ ഇന്നലെ കൂടെ അവളെ സ്വപ്നം കണ്ടേ ഉള്ളൂ. എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ പേരെന്താ അറിയോ? എന്തോന്ന്? ഷിബു. ഷിബു OP. ആ, പേരിലൊക്കെ ഓക്കെ, പക്ഷെ കൊച്ചിന് തന്ത ഞാനായിരിക്കും. അതങ്ങ് പരപ്പരങ്ങാടിച്ചെന്ന് പറഞ്ഞാ മതി. പറയൂടാ. അയ്യോ, എന്തുനാടത്? കന്നിമാസത്തിലെ കൊടിച്ചു പട്ടികളുടെ പോലെ. ഇയാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളില്ലാത്തൊരു ജീവിതം എനിക്കില്ലെന്ന്. എന്നാലേ നീ ചാവാൻ തയ്യാറായിക്കോ. അവൾ എനിക്കുള്ള. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചാവത്തില്ല, തന്നെ കൊല്ലും. ഒന്ന് നിർത്തലാണെന്ന്. എന്നാ നീ പറ. അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്ന അങ്ങനെ അടിമയായിട്ട് ഞാനും എടുക്കോ? പറ്റിയൊരാളുണ്ട്. അതെ, ആ പറഞ്ഞ പ്രശ്നപരിഹാരി നോമാണ്. പറയൂ, എന്താണ് പ്രശ്നം? എന്താ ഈ പോക? പോക്കെയാണ് പ്രശ്നം, പേടിക്കണ്ട. അത് സ്വാമി കുന്തിരിക്കുമ്പോ വയ്ക്കുന്നതാണ്. സ്വാമിയല്ല, പ്രൊഫസർ. 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 ഓ, മടിക്കണ്ട, പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല ഡോക്ടറെ. അത്രേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. ഇതാണ് ഗതി നിർവാതി ലേഹ്യം. ഇത് കഴിച്ചാൽ ശരിയാവൂ? ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ടി വരികേയില്ല. അതെന്താ? അപ്പ തീരും. നിങ്ങൾ തീരുന്നല്ല, അസുഖം തീരും. ഇതൊരു പ്രാവശ്യം കഴിക്കുമ്പോ ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തും. പിന്നെ നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും, ഒരു ഭ്രാന്തനെ പോലെ. അതെ,
ഒരു കാമപ്രാന്തനെ പോലെ. ഇത് കഴിച്ചാ എല്ലാം ശരിയാവോ ഡോക്ടറെ? ഈ സഞ്ജയന്റെ അടുത്തല്ല വന്നിരിക്കുന്നത്. എല്ലാം ശരിയാവും. എല്ലാം ശരിയായ ഡോക്ടറെ കാണാൻ ഞാൻ ഇനിയും എത്തും. എല്ലാം ശരിയാകും. നല്ല ഉയർച്ചയേ ഉണ്ടാകും. ചേട്ടാ അതെ, എന്താ? പ്രൊഫസർ വെച്ച് ചേട്ടൻ്റെ ഭാര്യയുടെ നമ്പർ ഒന്ന് തരാമോന്ന്? എന്തിന്? ചേട്ടനെ വിളിച്ച് കിട്ടില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടി. അതെ, എന്റെ ഭാര്യയുടെ പുറകെ ഭ്രാന്തനായിട്ട് ഞാൻ നടന്നോളാം, നീ നടക്കണ്ട കേട്ടാ. ഉയർച്ചയില്ലടാ. നിങ്ങൾ ഈ മൂലക്കുരു എന്ന് കേട്ടിട്ടുണ്ടോ? മന്ത്രിമാര്, MLA-മാര്, പ്രശസ്തരായ സിനിമാക്കാര്, അതുപോലെ തന്നെ പ്രഗത്ഭരായ 100-ൽ പരം ആളുകളുടെ മൂലക്കുരു ഒരു രാത്രി കൊണ്ട് നിസ്സാരമായി ഉന്മൂലനം ചെയ്ത ആളാണ് ഈ പ്രൊഫസർ സഞ്ജയ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രശ്നം മോഹൻലാലായി ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ്. പ്രൊഫസർ ഇത്രയും വലിയ മഹാനായ തമ്പുരാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്റെ പൊന്ന് പ്രൊഫസറെ, ഇമ്മാര് ഡയലോഗ് അടിക്കാണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറ. ഞാൻ പറയാം. അല്ല, മരുമോനുണ്ടല്ലോ. ഞാൻ വാടക വാങ്ങിക്ക് വന്നാണ് ഇളപ്പ. അപ്പൊ ഇവര് കണ്ണീരും കൈയൊക്കെ പറയാണ്, മര്യാദക്ക് വാടക കൊടുത്തില്ലെങ്കിലേ ഇളയപ്പന്റെ കറുത്ത സ്വഭാവം അറിയാൻ പറ്റൂട്ടോ. ഇതാണ് ഇളയപ്പന്റെ സ്വഭാവം. മരുമോൻ ചെല്ലി. അയ്യോ, അപ്പൊ മക്കള് പോയാ വാടക എടുത്തോണ്ട് പോവാ. ചേട്ടാ, ഞങ്ങക്ക് 2 ദിവസം സമയം തന്നെ. പറ്റില്ല മക്കളെ, വാടക ഇന്ന് തന്നില്ലെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിക്കോ. പൊന്നെണ്ണ, അണ്ണനെ ഞങ്ങള് സ്വന്തം അണ്ണനെ പോലെയല്ല കാണുന്നത്. ഒന്ന് അണ്ണ കൂതറ വർത്താനം പറയിപ്പിക്കരുത്. പോയി കാശ് എടുത്തോണ്ട് വാടാ. അയ്യോ, ഇതെന്നാ പരിപാടിയാ? കൃത്യസമയത്ത് നിങ്ങൾക്ക് വാടക കൊടുക്കാൻ മേലെ? അവര് തരുവണ്ണ, പേടിക്കണ്ട. അവര് തന്നിട്ട് ഞാൻ ഏറ്റു. ഇവരെ 2 മാസത്തെ വാടക തരാനുണ്ട്. ആണോ? നീ 4 മാസത്തെ. നാറി ഡോക്ടറിന്റെ ബോർഡും വെച്ചിരിക്കുന്നു. ഡോക്ടറല്ല പ്രൊഫസർ. എന്തുകൊണ്ടായാലും നിനക്ക് നാണം ഉണ്ടോടെ നാറി? ഇല്ല. കാശ് ഞങ്ങള് 2 ദിവസത്തിന് തരാണ്ണ. 2 ദിവസം കഴിഞ്ഞ് കാശ് കിട്ടും. തന്നിരിക്കും. അപ്പൊ ഡാക്ടറിന്റെ എങ്ങനെ? ചില ഡൈറ്റാ. ഒരു കുഴമ്പെടുത്ത് ഒഴിച്ചാ മതി. ഞാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഉണ്ടാക്കി തരാം. കഷ്ടപ്പെടണ്ട. വേണ്ടല്ലേ? ആവശ്യം എന്റെ ആയി പോയില്ലേ? വാസ്തവം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നന്നായി. അനിയ, ഇങ്ങ കേറി വാ. ഇത് രാജാവ്. മോൻ കാണിക്കാൻ വന്നായിരിക്കും. അയ്യോ, രാജാവല്ല ഏട്ടാ, രാജീവ്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇന്നു മുതൽ ഇയാൾ ഇവിടെ താമസിക്കും. അതൊന്നും പറ്റില്ല. ഇവിടെ മന്ത്രവും തന്ത്രവും അതൊക്കെ നടക്കുന്ന ദേവി കോപിക്കും. അയ്യോ, അപ്പൊ പറ്റില്ലേ? ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാ. എന്നാ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ. എടാ പുല്ലേ, ഈ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ദേവി കോപിക്കണേന്റെ ഇടയ്ക്ക് ഈ കൊച്ചിന് വല്ല പ്രശ്നം ഉണ്ടാവുന്നല്ലേ ഞങ്ങൾ പറഞ്ഞല്ലേടാ? ഒരു തെണ്ടിയുടെ ശവം മേടിക്കണം ഓർത്താ ഇറക്കി വിടാത്തെ. ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം കേട്ടാ. അണ്ണം പറയുന്ന പോലെ ഉള്ളൂ. ഓക്കെയല്ലേ രാജാവേ? ശരി ചേട്ടാ, നീ വിളിക്കുന്നു. ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ വെക്കണ്ടേ? നെഞ്ചത്തോട്ട് പോയി. ചേട്ടൻ എന്തോ ഒരുമാതിരി മര്യാദയില് സംസാരിക്കുന്ന? മര്യാദ ഇല്ലാതെ സംസാരിച്ചാ? എന്നാ പിന്നെ എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെ ആരും ഇവിടെ സംസാരിക്കണ്ട. മര്യാദയോട് കൂടി മാത്രം സംസാരിച്ചാൽ മതി. നമുക്കൊരു ഒത്തൊരുമയോട് കൂടി, ഒരു കൂട്ടായ്മയോട്, ഒരു അലോഹ്യം മുടക്കൂല പോവാ. മോന്റെ ബാഗെല്ലാം അവിടെ കൊണ്ടേ വെക്ക്. മനുഷ്യന് നിക്കക്കള്ളേ ഇല്ലായിരിക്കും. എന്നാ ഞങ്ങളുടെ കാര്യത്തിൽ എന്താ തീരുമാനം? ഇനി നിങ്ങളുടെ കാര്യം അതൊരു പ്രശ്നമല്ലോ. അവൾക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ആദ്യം പെണ്ണിന്റെ മനസ്സെന്താന്നറിയണം. അതിന് അവളോട് നിങ്ങളുടെ ഇഷ്ടം എന്നാന്ന് പറയണം. അവളുടെ അഭിപ്രായം എന്നാണോ അതുപോലെ നിങ്ങൾ ചെയ്യും. അതെ, ഈ പറഞ്ഞ അങ്ങനെയുണ്ട്. നീയല്ലേ പറഞ്ഞേ അവൾ ഇന്ന് അമ്പലത്തിലാ വരുന്നെന്ന്? വരേണ്ട സമയം കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി പോയായിരുന്നു? നീയാ? നിനക്കെന്താ ഇവിടെ കാര്യം? പറയടാ. അതെന്താ, മാന്യന്മാർക്ക് പ്രണയിച്ചൂടാ എന്നുണ്ടോ? ആരാണ് അവൻ മാന്യം പ്രണയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ. ആ മാവിലെ മാങ്ങണ്ട് നീ കല്ലെറിയാൻ നോക്കിയാണ്ടല്ലോ. മോനെ ഷിബു, ഞാൻ കല്ലെടുക്കുകയും ചെയ്യും, ഉന്നം പിടിക്കുകയും ചെയ്യും, എറിയുകയും ചെയ്യും. എടാ, എറിയാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ കൊള്ളണെങ്കിലേ ഉന്നം വേണം, ഉന്നം. അവളിഞ്ഞ് വരട്ടെ, ആർക്കാണ് ഉന്നമെന്ന് നമുക്ക് നോക്കാം. അയ്യോ,
അണ്ണ ഹായ് ഞാൻ എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് ഞാനോട് ഒരു കോൾ കണ്ടുപിടിച്ചത്. അയ്യോ ശിവണ്ണ നിക്കണ്ണ ഒരു കാര്യം പറയട്ടെ ദേ പറ്റുമാട്ടാണ്. ചേട്ടാ ചേട്ടാ ചിന്നക്കട ജംഗ്ഷൻ വരെ പോവോ? പോവാ. എത്രയോ? 100. 100? ചേട്ടാ ഒരു 80 രൂപയ്ക്ക് ഇറക്കോ? 85? ഇല്ല. 90? കേറാം. ശിവണ്ണ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ?